വെൽക്കം ബാക്ക് ടു ദ ടോക്ക് ഷോ വിത്ത് മുനീർ അൽ വഫ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാണ് നമ്മുടേതെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും പറയുക ഉമ്മയാണ്, ഉപ്പയാണ്, ഫാദർ മദറൊക്കെ പറയുമെങ്കിൽ പോലും നമ്മുടെ ജീവൻ നമ്മൾ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഉറപ്പാണത്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കൾക്ക് ഒരു ചുമ വന്നാൽ, അല്ലെങ്കിൽ ഒരു പനി വന്നാൽ, ഒന്ന് കൈയൊടിഞ്ഞാൽ, ഒന്ന് വിരലൊന്ന് നൊന്താൽ, ഒന്ന് കാലൊടിഞ്ഞാൽ, ഒന്ന് കരഞ്ഞാൽ, ഉറക്കെ കരഞ്ഞാൽ നമ്മുടെ മനസ്സെന്നും വേദനിക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രിയപ്പെട്ടവരായി കരുതുന്ന അത്രയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നോക്കി സംരക്ഷിച്ച് അവർക്ക് എന്തെങ്കിലും വന്നാൽ ഒരു വിളിപ്പാടകിൽ വന്നു നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും ഒരു പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മളോട് ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ എന്നോട് ഈ ഒരു എപ്പിസോഡ് ഞാൻ പബ്ലിസിറ്റി കൊടുത്ത് അന്ന് മുതൽ ഒരുപാട് ആൾക്കാർ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എൻ്റെ മകളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ വരാൻ പോകുന്ന ആളെന്ന്. അങ്ങനെ ഒരു വ്യക്തിത്വം, പാട്ടുകാരനാണ്, നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് കേരളത്തിലുള്ള പല പ്രമുഖ മെഡിക്കൽ കോളേജുകളിലും പ്രൊഫസറായിട്ട് പോലും വർക്ക് ചെയ്തിരുന്ന നമ്മുടെ പ്രിയങ്കരനായ ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അൽഫത്തീമിൻ്റെ ഹെൽത്ത് ഹബിലുള്ള ചീഫ് പീഡിയാട്രിഷ്യനായിട്ടും ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യുന്ന ഡോക്ടർ ബാബു. ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. എന്താണ് വിശേഷങ്ങളൊക്കെ? എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം സുഖം, താങ്ക് യു. ഡോക്ടർ, അപ്പം നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഭയങ്കര ആവലാതി, വേവലാതി, എന്ത് പറഞ്ഞാലും നമ്മൾക്ക് അൾട്ടിമേറ്റ്ലി ഒരസുഖം വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ശിശു പഴയ ഡോക്ടർമാർ, എൻ്റെ നാട്ടിൽ ഒരു പത്മനാഭൻ ഡോക്ടർ ഉണ്ടായിരുന്നു, ഞാനും കേട്ടിട്ടുണ്ട് കാഞ്ഞങ്ങാടിലെ. അപ്പോൾ ആ ഡോക്ടറെ അടുത്തൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ശിശുക്കളുടെ പോലെ തന്നെയാണ് അവരുടെ മനസ്സെന്ന്. അത്രയും നൈർമല്യമായിരിക്കും അവരുടെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് തോന്നുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഡോക്ടറുടെ ഒരു ജേണി, എങ്ങനെയാണ് എക്സ്പീരിയൻസ്, എന്താണ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്രയും കുട്ടികളെ നമ്മൾ ഒരുപക്ഷെ പല കുട്ടികൾക്കും ജീവൻ നിലനിർത്താൻ വരെ ഡോക്ടറുടെ കൈ ആണ്, ഡിവൈൻ ഹാൻഡ്സ് ആണല്ലോ എപ്പോഴും ഡോക്ടേഴ്സിൻ്റെ. അപ്പം ഇങ്ങനെയുള്ള ഒരു ഡോക്ടർക്ക് വെൽക്കം ടു ദ ഷോ. താങ്ക് യു, നമസ്കാരം. അപ്പോൾ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ആക്ച്വലി തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഡോക്ടറായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പീഡിയാട്രീഷ്യൻ ആയതെന്ന് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് താല്പര്യമുള്ളൊരു ജോലിയായിരുന്നു ഡോക്ടർ, അതായത് ചികിത്സ എന്നുള്ളത്. കാരണം പിന്നെ പ്രത്യേകിച്ച് പാരൻസ് പ്രോത്സാഹിപ്പിച്ചതുകൊണ്ടോ എന്തോ അന്ന് ഞാൻ യഥാർത്ഥത്തിൽ ജനിച്ച് വളർന്ന ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയറുള്ള സ്ഥലത്താണ്. അപ്പോൾ അന്ന് അവിടെ ഡോക്ടേഴ്സ് വളരെ കുറവാണ്. ആകെ സിറ്റിയിൽ നിന്ന് വന്നു പോകുന്ന ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, പിന്നെ എൻ്റെ പാരൻസ് എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രേരണയാലായിരിക്കാം എനിക്ക് ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായിരുന്നില്ല. വാട്ട് യു വാണ്ട് ടു ബിക്കം എന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് തോട്ട് ഉണ്ടായിരുന്നില്ല. പറമ്പിൽ ബസാർ കോഴിക്കോട്ടുകാരൻ, ഇത്രയും പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയുടെ ഇപ്പോഴത്തെ ഡയറക്ടറും, അതേപോലെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ സാർ ആ ഒരു ജേർണിയിൽ വരുമ്പോൾ ഏറ്റവും നമ്മുടെ മനസ്സിനെ ഇതായത് അതായത് ടച്ച് ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാം. എന്തെങ്കിലും ഓർത്തെടുക്കുന്നുണ്ടോ? ഒരു സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും നമുക്ക് കൂടുതൽ നമ്മുടെ ടച്ച് ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജായിരുന്നു 5-8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് പ്രൊമോഷനായിട്ട് പിന്നെ ആലപ്പുഴ, തൃശ്ശൂർ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ഹൗസ് സർജൻ MBBS മുതൽ DCH, DNB, പിന്നെ ട്യൂട്ടറായിട്ടും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും ഒക്കെ തന്നെ വർക്ക് ചെയ്തത്. അപ്പോൾ ആ സമയത്തുള്ള പല അനുഭവങ്ങളും, പ്രത്യേകിച്ച് വളരെ സിക്കായിട്ട്, കാരണം നിങ്ങൾക്കറിയാമല്ലോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 4-5 ഡിസ്ട്രിക്റ്റിലുള്ള ഏകമായിട്ടുള്ളൊരു പിന്നെ ഒരു നല്ല ഒരു ഉന്നത ചികിത്സ ലഭിക്കുന്ന ഏക കേന്ദ്രമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ജില്ലകളിൽ നിന്ന് വയനാട്ടിൻ്റെ അല്ലെങ്കിൽ പാലക്കാടിൻ്റെ ഒക്കെ ഉൾനാടുകളിൽ നിന്നുള്ള കുട്ടികളെയൊക്കെ വളരെ ബുദ്ധിമുട്ടി പാരൻസ് പിന്നെ അയൽക്കാർ സഹായത്തോടൊക്കെ കൊണ്ടുവന്നിട്ട് വളരെ പാത്തറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിൽ, അത്രയും സിക്കായിട്ടുള്ള കണ്ടീഷനിൽ വരുന്ന കുട്ടികളെ
നമ്മളുടെ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ചികിത്സ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ ഒന്ന് പിന്നെ അവരെ രക്ഷിക്കുകയും അവരുടെ എന്താ പറയുക ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും പിന്നീട് അവർ അത്രയും ശ്വാസമില്ലാതെ അല്ലെങ്കിൽ ശ്വാസം മുട്ടി വന്ന കുട്ടികൾ 1-2 ദിവസം കഴിയുമ്പോൾ പുഞ്ചിരിയോടെ എണീറ്റിരിക്കുകയും ചെയ്യുന്ന ആ ഒരു സന്തോഷം, ഭയങ്കര സംതൃപ്തി, അത് വളരെ അൾട്ടിമേറ്റ് ആണ്. അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. എസ്പെഷ്യലി നമ്മൾ പറയാറുണ്ട് ഈ ഗോൾ എന്താണ് ഡിവൈൻ ഹാൻഡ്സ് ആണ് ഡോക്ടേഴ്സിൻ്റെ എന്നുള്ളത്. കാരണം ദൈവത്തിൻ്റെ കരങ്ങൾ അതിലൂടെ ആണ് അവർ രക്ഷപ്പെടുന്നത്. ഡോക്ടർ ഇപ്പോൾ നമ്മുടെ ഏറ്റവും പിന്നെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കണം. ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും. അപ്പോൾ 6 മാസത്തത്, 3 മാസത്തത്, 2 കൊല്ലം, 3 കൊല്ലം, ഇങ്ങനെ നിരവധി വാക്സിനേഷനെ കുറിച്ചുള്ള ഒരുപാട് ധാരണകളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ഒരു വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ടൈപ്പാണ് വാക്സിനേഷൻ ഉള്ളത്? മുനീർക്ക പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക്, പേരൻസിന് പ്രത്യേകിച്ചും വളരെയധികം സംശയങ്ങളും കൺഫ്യൂഷൻസും ഉള്ള ഒരു ടോപ്പിക്കാണ്. കാരണം പല ആളുകൾക്കും വാക്സിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളും എതിർപ്പും ഒക്കെ ഉള്ളവർ ഇപ്പോഴും ഉണ്ട് യഥാർത്ഥത്തിൽ. ഇപ്പോൾ പോലും നമ്മുടെ ഇത്രയും വിദ്യാഭ്യാസം കാര്യമൊക്കെ പുരോഗമിച്ചിട്ടും ഈ ഇത്രയധികം വാക്സിനുകൾ യഥാർത്ഥത്തിൽ നല്ലതാണോ, വേണോ എന്നൊക്കെ ചോദിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പാരൻസ് പോലും ഉണ്ട്. അപ്പം നമ്മളത് എന്താന്ന് വെച്ചാൽ വാക്സിനെ പറ്റി ഒരു അവബോധം വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ലൈക്ക് വാക്സിൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് രോഗാണുക്കളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണലി ഈ രോഗാണുക്കളുടെ അംശങ്ങൾ അല്ലെങ്കിൽ രോഗാണുക്കളുടെ ഭാഗങ്ങൾ, രോഗാണുക്കളെ തന്നെ എടുത്തിട്ട് അതിൻ്റെ ചെറിയൊരംശം നമ്മുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുകയും എന്നിട്ട് നമ്മുടെ ശരീരത്തിന് ആർട്ടിഫിഷ്യലി ഒരു രോഗം ഉണ്ടാകുമ്പോൾ അത് ഉദ്ദീപിപ്പിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി സെൽസ്, ലിംഫോസൈറ്റ്സ്, മോണോസൈറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് സെൽസ് ഉണ്ട് ഇമ്മ്യൂണിറ്റിക്കുള്ള. അതൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ ഉദ്ദീപിപ്പിക്കുക. അതാണ് യഥാർത്ഥത്തിൽ വാക്സിനേഷൻ. അതെങ്ങനെയാണ് അതൊരു പ്രതിരോധമായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് ഒരു ചിക്കൻ ബോക്സ് ഒരു അസുഖമായിട്ട് എക്സാമ്പിളായിട്ട് എടുക്കാം. ചിക്കൻ ബോക്സ് നമുക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ചിക്കൻ ബോക്സിൻ്റെ അണുക്കൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക്, മേ ബി അത് മൂക്കിലൂടെ ആവാം, വായിലൂടെ ആവാം, അല്ലെങ്കിൽ സ്പർശനത്തിലൂടെ ആവാം, ചിക്കൻ ബോക്സിൻ്റെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ട് അത് ശരീരത്തിൽ നിന്ന് പെരുകിയിട്ട് പിന്നെ അത് അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ബോക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അതേസമയം ചിക്കൻ ബോക്സ് വാക്സിൻ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സെയിം ചിക്കൻ ബോക്സിൻ്റെ വൈറസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് പല കെമിക്കൽ മെത്തേഡും ഫിസിക്കൽ മെത്തേഡും ഉപയോഗിച്ചിട്ട് അതിനെ അറ്റനുവേറ്റ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ അതിനെ അത്രയും ഒരു നശിപ്പിക്കുന്ന രീതിയിലാക്കി നോട്ട് അറ്റ് ഓൾ സപ്രസിങ്. ആ വൈറസിനെ നമ്മൾ പുറത്ത് വെച്ചിട്ട് ലബോറട്ടറിയിൽ വെച്ചിട്ട് ആ വൈറസിനെ അത്രയും അറ്റനുവേറ്റ് ചെയ്തിട്ട് വീക്ക് ആക്കിയിട്ട് അതിൻ്റെ ചെറിയൊരംശം നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി വിടുകയും അതാണ് നമ്മൾ ചിക്കൻ ബോക്സ് വാക്സിൻ എടുക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ, ശരീരം കരുതുന്നത് ഈ ചിക്കൻ ബോക്സ് ആക്ച്വലി നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു എന്നാണ്. ഈ വാക്സിൻ എടുക്കുമ്പോൾ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം കരുതുന്നത് നമുക്കൊരു ഇൻഫെക്ഷൻ കയറി, അപ്പോൾ ഉടനെ തന്നെ അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടാവാൻ തുടങ്ങി. എന്നാൽ ഈ അണുക്കൾക്കാണെങ്കിൽ രോഗം ഉണ്ടാക്കാനുള്ള ശക്തി ഇവർക്ക് ഇല്ല. അതാണ് ഈ വാക്സിന്റെ ഒരു. അപ്പൊ അതിനെ ഒരു എന്താ പറയണ്ട, ഒരു സിമുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള തെറ്റിദ്ധരിപ്പിക്കുക. അങ്ങനെയാണ് അത് പ്രതിരോധിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരുപാട് ലൈവ് വാക്സിൻ, അങ്ങനെ ഡിഫറെന്റ് ഏതൊക്കെയാണ് ഡിഫറെന്റ് വാക്സിൻ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും ഒരു 5-6 ടൈപ്പ് ഡിഫറെന്റ് വാക്സിൻസ് ഉണ്ട്. 5-6 ടൈപ്പ് വാക്സിൻ. അതിൽ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ പറഞ്ഞ ലൈവ് വാക്സിൻ. അതിന്റെ എക്സാമ്പിളാണ് ചിക്കൻ ബോക്സ്, മീസിൽസ്, മംസ്, പിന്നെ BCG, പിന്നെ ഓറൽ പോളിയോ. ഇതൊക്കെ ലൈവ് വാക്സിൻസ് ആണ്. പിന്നെ ഒന്ന് കിൽഡ് വാക്സിൻ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് A, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിൻ, അല്ലെങ്കിൽ പിന്നെ ടൈഫോയിഡ് വാക്സിൻ. അതിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ അണുക്കളെ എടുത്തിട്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് എയുടെ വൈറസിനെ എടുത്തിട്ട് അതിനെ കില്ല് ചെയ്യുക ചെയ്യുന്നത്. കെമിക്കൽസ് ഉപയോഗിച്ച് കിൽ ചെയ്തിട്ട് ആ വൈറസ് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുക ചെയ്യുന്നത്. mRNA ഇങ്ങനെയുള്ള അത് ഒരു കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള. തേർഡ് ആക്ച്വലി സബ് യൂണിറ്റ് വാക്സിൻ എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ ഇപ്പം ചിക്കൻ ബോക്സ് വാക്സിൻ വൈറസിനെ ഫുള്ളായി എടുക്കുന്നതിന് പകരം അതിൻ്റെ ഒരു ഭാഗം മാത്രം, അതിൻ്റെ പ്രോട്ടീൻ മാത്രം അല്ലെങ്കിൽ അതിൻ്റെ കാർബോഹൈഡ്രേറ്റ് മാത്രം എടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് സബ് യൂണിറ്റ് വാക്സിൻ എന്ന് പറയുന്നത്. അതാണ് ഹെപ്പറ്റൈറ്റിസ് B, പിന്നെ ഈ പറഞ്ഞ പോലെ വാക്സിൻസ് ഒക്കെ വരുന്നത് അതിലാണ്. അല്ലെങ്കിൽ HIB, ഇൻഫ്ലുവൻസ B, മെനിഞ്ചോകോക്കൽ വാക്സിൻ, അതിലൊക്കെ നമ്മൾ സബ് യൂണിറ്റ്സ് ആണ്, ഒരു വൈറസിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്.
പിന്നെ വരുന്ന ഒരു വാക്സിനാണ് ടോക്സോയിഡ് വാക്സിൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ വൈറസുകളോ അല്ലെ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻസിനെ ആ ടോക്സിൻ പോലെയുള്ള ടോക്സോയിഡ് നമ്മൾ ആ കെമിക്കൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാണ്. അപ്പോൾ അതിനെതിരായിട്ട് ആന്റിബോഡി ഉണ്ടാവുന്ന ആ ആന്റിബോഡികൾക്ക് ഈ വൈറസിനെ നശിപ്പിക്കാൻ പറ്റും. ഇപ്പം കൊറോണ അതിൽ അതാണ് ഈ mRNA വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് mRNA. mRNA എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ അറിയാലോ DNA RNA എന്ന് പറഞ്ഞ ചില ഘടകങ്ങളുണ്ട്. ഈ mRNA ആണ് ചില പ്രോട്ടീൻസ് ശരീരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സ്റ്റിമുലേഷൻ കൊടുക്കുന്നത് mRNA ആണ്. അപ്പോൾ ആ mRNAയുടെ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ആക്ച്വലി ഈ വാക്സിൻസ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് mRNA വാക്സിൻ്റെ എക്സാമ്പിളാണ് ആക്ച്വലി നമ്മുടെ ഫൈസർ വാക്സിൻ. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ പോയിട്ട് mRNA വഴി ചില പ്രോട്ടീൻസ് ഉണ്ടാക്കും. ഈ പ്രോട്ടീൻസ് നമുക്ക് ആൻറ്റിബോഡി ആയിട്ട് വർക്ക് ചെയ്യും, ആൻറ്റിബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അതിന് പ്രൊട്ടക്ഷൻ. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വൈറസ് കണ്ടുപിടിച്ച സമയത്ത് നമുക്കൊരു ക്യാൻസർ വാക്സിനോ അതല്ലെങ്കിൽ ഉണ്ട്? ആക്ച്വലി ക്യാൻസർ അത് വളരെ റെലിവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിക്കപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാൻസറിന് എന്തുകൊണ്ട് നമുക്ക് വാക്സിൻ ഉണ്ടായിക്കൂടാ? പക്ഷേ അതിൻ്റെ ഒരു ബേസിക് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഈ ഡിസീസസ് നമ്മൾ ഈ പറഞ്ഞ വൈറസുമായിട്ട് ബന്ധപ്പെട്ട ഡിസീസ് അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ആവട്ടെ, മംസ് ആവട്ടെ, അല്ലെങ്കിൽ ട്യൂബർക്ലോസ് ആവട്ടെ, ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുണ്ടാക്കുന്ന അസുഖങ്ങളാണ്. പക്ഷേ ക്യാൻസർ ഇസ് ഡിഫറെൻറ്റ്. ക്യാൻസർ നമ്മുടെ ശരീരത്തിൽ തന്നെ ചില സെൽസ് അമിതമായിട്ട് ഉണ്ടാവുകയും അമിതമായ വളർച്ച ഉണ്ടാവുകയും എന്നിട്ട് അത് കാരണം ശരീരത്തിന് നാശം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ ഈ ക്യാൻസറിനെതിരെ ഈ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള വാക്സിൻ. പക്ഷേ ഇപ്പം നമ്മൾ ചുമ, പനി, ഇങ്ങനെയുള്ള അതുപോലെ മൈഗ്രെയിൻ, ഇതിനൊക്കെ എന്തുകൊണ്ട് വാക്സിൻ കണ്ടുപിടിക്കുന്നില്ല? അതിൻ്റെയും ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ മൈഗ്രെയിൻ, ഫോർ എക്സാമ്പിൾ മൈഗ്രെയിൻ എടുക്കുകയാണ്. മൈഗ്രെയിൻ ആക്ച്വലി ഒരു അണുക്കളായിട്ട് ഒരു ബന്ധവുമില്ല. അത് ആക്ച്വലി നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലിൽ ഉണ്ടാവുന്ന സങ്കോച വികാസങ്ങളുടെ ഫലമായിട്ട് ഡയലേറ്റ് ചെയ്യുക, കൺസ്ട്രിക്റ്റ് ചെയ്യുക, അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നതാണ് ആക്ച്വലി ഈ മൈഗ്രെയിനൊക്കെ. അപ്പോൾ അതായത് അതിൻ്റെ കോസ് നോക്കിയിട്ടേ നമുക്ക് വാക്സിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഫെക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് വാക്സിൻ. പിന്നെ അതേമാതിരി ചുമ, പനിയൊക്കെ എന്ന് പറഞ്ഞാൽ ചുമക്ക് അല്ലെങ്കിൽ പനിക്ക് എന്ന് പറഞ്ഞാൽ വാക്സിൻ ഇല്ല. പക്ഷേ ചുമ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പനി ഉണ്ടാക്കുന്ന വൈറസിനെതിരായിട്ട് വാക്സിൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻഫ്ലുവൻസ വാക്സിൻ ആക്ച്വലി ഈ ഏറ്റവും കൂടുതൽ ചുമയും പനിയും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഇൻഫ്ലുവൻസ. അപ്പോൾ അതിനെതിരായിട്ടുള്ള വാക്സിൻ ഉപയോഗിക്കുമ്പോൾ നാച്ചുറലി ചുമയും പനിയൊക്കെ കുറഞ്ഞു വരും. അതാണ്. ഇനി നമുക്ക് ഒരുപാട് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ദ ഷോ. ഡോക്ടർ, അപ്പോൾ നമ്മൾ ഈ ചില വാക്സിൻസ് നമുക്ക് മാൻഡേറ്ററി നിർബന്ധമാണ്, ചിലത് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ എടുക്കാം. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? എന്താണ് ഈ ഓപ്ഷണൽ അല്ലെങ്കിൽ എന്താണ് ഈ മാൻഡേറ്ററി? ആക്ച്വലി ഈ മാൻഡേറ്ററി വാക്സിൻസ് എന്ന് പറഞ്ഞാൽ അത് ഓരോ രാജ്യത്തും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലെ മാൻഡേറ്ററി വാക്സിൻ ആയിരിക്കില്ല UAE-ലുള്ളത്, അല്ലെങ്കിൽ UAE-ലുള്ളതല്ല UK-ലുള്ളത്. ഈ മാൻഡേറ്ററി വാക്സിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് വാക്സിൻസ് ഡിസൈഡ് ബൈ ദ ലോക്കൽ ഹെൽത്ത് അതോറിറ്റീസ്. മസ്റ്റ് ആയിട്ട് എടുക്കേണ്ട. അപ്പോൾ അതായത് ഇപ്പോൾ ഓരോ രാജ്യത്തും ഏറ്റവും കോമൺ ആയിട്ടുള്ളതും ഏറ്റവും പ്രശ്നമുണ്ടാക്കുന്നതുമായ ഡിസീസസ് അതിനെതിരായിട്ടുള്ള വാക്സിൻസ് ചേർന്നതാണ് മാൻഡേറ്ററി വാക്സിൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ BCG മാൻഡേറ്ററി ആണ്, UAE-ലും മാൻഡേറ്ററി ആണ്. പക്ഷേ UK-ലും US-ലും ചെന്ന BCG അവിടെ മാൻഡേറ്ററി അല്ല. കാരണം അവർക്ക് ഈ BCG എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ട്യൂബർക്ലോസിനെതിരായിട്ടുള്ള വാക്സിനാണ്. പക്ഷേ ഈ BCG അവിടെ ട്യൂബർക്ലോസ് അത്ര കോമൺ അല്ല, അവർക്ക് അതൊരു ഹെൽത്ത് ഇഷ്യൂ അല്ല. അതുകൊണ്ട് അവിടെ അത് ഓപ്ഷനിലാണ്. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ന്യൂമോകോക്കൽ വാക്സിൻ, ഈ ന്യൂമോക്കൽ വാക്സിന് ഈ ഒരുവിധം ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ UAE ആവട്ടെ, US ആവട്ടെ, UK എല്ലായിടത്തും മാൻഡേറ്ററി. പക്ഷേ അടുത്ത കാലം വരെ ഇന്ത്യയിൽ അത് മാൻഡേറ്ററി ആയിരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് പല കാരണങ്ങളുണ്ട് ആക്ച്വലി. അതായത് അവിടെ കോമൺ അല്ലാത്തതുകൊണ്ടല്ല അത് മാൻഡേറ്ററി, അത് കുറച്ച് എക്സ്പെൻസീവ് വാക്സിൻ ആയിരുന്നു. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ മാൻഡേറ്ററിയിൽ അത് ഉൾപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉൾപ്പെടുത്തി. ഇപ്പോൾ അല്ല, ലാസ്റ്റ് സോ മെനി ഇയേഴ്സ് ഇപ്പോൾ ഇന്ത്യയിലും ന്യൂമോകോക്കൽ വാക്സിൻ മാൻഡേറ്ററി ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പോളിയോ വാക്സിൻ, നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ കണ്ടുവരുന്ന പോളിയോ വാക്സിൻ, അതുപോലെ ഈ പോളിയോ വാക്സിനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്സിൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ്, കൊറോണയ്ക്ക് തന്നെ വൈറസ് എടുക്കുമ്പോൾ ഒരുപാട് ഈ വാക്സിൻ എടുക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഭയങ്കരമായ ഒരു ഡിഫൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഈസ് ദർ സംതിങ് ലൈക്ക് ടു ബി വറീഡ് അബൌട്ട്? അതാണ് ഇത് ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, സൈഡ് ഇഫക്ട്സ് അബൌട്ട് വാക്സിൻ. സൈഡ് ഇഫക്ട്സ് എന്ന് പറഞ്ഞാൽ സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സൈഡ് ഇഫക്ട്സ് ഇല്ലാത്ത മരുന്നില്ല. പാരസെറ്റമോൾ പോലും നമ്മളൊക്കെ എന്ത് തലവേദന വന്നാലും
പനി വന്നാലും കഴിക്കുന്ന പാരസെറ്റമോളിന് പോലും സൈഡ് ഇഫക്റ്റ് ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഇഫക്റ്റും സൈഡ് ഇഫക്റ്റും തമ്മിലുള്ള റേഷ്യോ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു സാധനം കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വാക്സിൻ എടുക്കുന്നുണ്ട് നമുക്കൊരു 100 പോയിന്റ് ഗുണമുണ്ട്. പക്ഷേ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ഒരു 0.1 അല്ലെങ്കിൽ 0.5 പ്രോബ്ലം ഉണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ ഏതാ പ്രിഫർ ചെയ്യുക? ഇഫക്റ്റ്. അപ്പോൾ അതേ ഉള്ളൂ. വാക്സിൻസ് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 90% വാക്സിനും മേജർ സൈഡ് ഇഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. സാധാരണ ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ടുണ്ടാകുന്ന സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പനി, 1-2 ദിവസം, അത് 24 hours മാക്സിമം 48 hours ഒരു പനി ഉണ്ടായേക്കാം. രണ്ടാമതായിട്ട് ആ ലോക്കൽ പെയിൻ, ആ ഇഞ്ചക്ഷൻ വെക്കുന്നതുകൊണ്ടുള്ള പെയിൻ. പിന്നെ അവിടെ ഒരു ചില വാക്സിൻസ് ഒരു 4-5 ദിവസം അവിടെ ചെറിയൊരു കല്ലിപ്പ് ഉണ്ടായേക്കാം. ബട്ട് ദാറ്റ് വിൽ ഡിസപ്പിയർ ബൈ ഇറ്റ്സെൽഫ്. പിന്നെ വെരി റയർലി ചില വാക്സിന് റാഷസോ എന്തെങ്കിലും ഒക്കെ. ഹലോ, പറയൂ, ആരാണ്? ദുബായിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ. ഒരു സംശയം ചോദിക്കാൻ പറ്റുമോ? ഇപ്പം നമ്മുടെ കുട്ടിക്ക് നമ്മൾ വാക്സിൻ ഇപ്പം 2nd മന്തിലോ അല്ലെ 4th മന്തിലോ എടുക്കേണ്ട വാക്സിന് നമ്മളൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒരു 1 month കഴിഞ്ഞാൽ എടുക്കുന്നെങ്കിൽ ആ വാക്സിൻ എഫക്റ്റീവ് ഉണ്ടാവും ഡോക്ടറെ? നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു കുട്ടിയുടെ ഒരു മാൻഡേറ്ററി വാക്സിൻ നമ്മൾ വിട്ടുപോയി അല്ലെ, എന്നിട്ട് 1-2 മാസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് എങ്കിലല്ലേ ചോദിച്ചത്? അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സീനാരിയാണ്. പലപ്പോഴും ചില അസുഖങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ വിട്ടുപോയിട്ട് അല്ലെങ്കിൽ യാത്ര കാരണം ആളുകൾ ചില വാക്സിൻസ് കറക്റ്റ് ടൈമിന് എടുക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും വൈകിയാലും 1-2 മാസം വൈകിയാലും ഈവൻ എത്ര വൈകിയാലും പോലും ആ മാൻഡേറ്ററി വാക്സിൻ ആണെങ്കിൽ അത് എടുക്കുക തന്നെയാണ് വേണ്ടത്. അതിന് ഇഫക്റ്റും ഉണ്ടാവും. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ ഇപ്പൊ ഡയറക്റ്റ് ആ കറക്റ്റ് ടൈമിൽ എടുക്കുന്നതിനെ അപേക്ഷിച്ച് കുറച്ചൊരു ഇഫക്റ്റ് കുറഞ്ഞായിരിക്കാം എങ്കിൽ പോലും അത് ഒരു 90-100 ആണെങ്കിൽ അതിലൊരു 90% ഇഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അത് എടുക്കുകയും വേണം എന്നുള്ളതാണ്. പിന്നെ വേറെ ഇതിനോടനുബന്ധിച്ച ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എന്താന്ന് വെച്ചാല് പലരും ചോദിക്കാറുണ്ട്, എന്റെ കുട്ടിക്ക് ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബി 3 ഡോസ് ഉണ്ട്. അപ്പൊ അതിൽ എന്റെ കുട്ടിയുടെ 1st 2nd എടുത്തു, എന്നിട്ട് 2 വർഷം കഴിഞ്ഞു വിട്ടുപോയി അല്ലെങ്കിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഇനിയും ഞാൻ വീണ്ടും 1st മുതൽ എടുക്കണോ അല്ലെങ്കിൽ ഈ ലാസ്റ്റുള്ള 3rd മാത്രം എടുത്താൽ മതിയോ എന്ന് അത് പലപ്പോഴും ചോദിക്കുന്നത് ഇതിനോടനുബന്ധിച്ച്. അതിന്റെ ഉത്തരം എന്താന്ന് വെച്ചാൽ എത്ര കാലം കഴിഞ്ഞെങ്കിലും ഒരുവിധം എല്ലാ വാക്സിനും കേട്ടോ, ഒരുവിധം ജനറൽ റൂൾ ഒരുവിധം എല്ലാ വാക്സിനും നമ്മൾ എത്ര കാലം കഴിഞ്ഞാൽ പോലും അതിന്റെ കണ്ടിന്യൂഷൻ എടുത്താൽ മതി. മീൻസ് 2 എടുത്തിട്ട് ആ 3rd എടുത്താൽ മതി. വീണ്ടും തുറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ ട്രാവൽ വാക്സിൻസ്, അപ്പം ഈ ട്രാവൽ ഇപ്പോൾ വേറൊരു സംശയം എനിക്ക് അതിൻ്റെ ഇടയിൽ വന്നിരുന്നത്, അപ്പോൾ ഞാൻ കോൾ വന്നത്. ഇപ്പോൾ നമ്മൾ ചില സാധനം ഈ മെഡിസിൻ എടുക്കുമ്പോൾ കിഡ്നിക്ക് പ്രോബ്ലം വരാം, ലിവറിന് പ്രോബ്ലം വരാം, ഹാർട്ടിന് വരാം, ഇങ്ങനെയൊക്കെയുള്ള പല ആങ്സൈറ്റിയും പല പ്രശ്നങ്ങളും ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വാക്സിൻ ഏതെങ്കിലും ഒരു വാക്സിൻ നമുക്ക് എടുക്കുമ്പോൾ, അതായത് കുട്ടികളിലല്ല മറിച്ചുള്ള വാക്സിൻ എടുക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ? 99% വാക്സിൻസിനും ഈ മേജർ ആയിട്ടുള്ള കിഡ്നി, ലിവർ, ഹാർട്ട് സംബന്ധമായിട്ടുള്ള യാതൊരു സൈഡ് ഇഫക്റ്റും 99% വാക്സിൻസിനും ഇല്ല. കാരണം എന്താ അറിയോ, ഈ ഓരോ വാക്സിൻ ഒരു ഗവൺമെന്റ് അപ്രൂവൽ വരുന്നതിന് മുമ്പ് എത്രയോ ആയിരക്കണക്കിന് മൃഗങ്ങളിൽ, പിന്നെ പക്ഷികളിലെ മൃഗങ്ങളിൽ, ആദ്യം തന്നെ ഏറ്റവും ചെറിയ മൈസിലൊക്കെയാണ് നോക്കുക, പിന്നെ കുരങ്ങനിൽ, പിന്നീട് മനുഷ്യരിലും പതിനായിരക്കണക്കിന് മനുഷ്യരിലും ടെസ്റ്റ് ചെയ്ത ശേഷമാണ് ആക്ച്വലി അപ്രൂവൽ കൊടുക്കുന്നുള്ളൂ ഏതൊരു വാക്സിൻ. ഇനി നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ ട്രാവൽ വാക്സിൻ ഉണ്ടല്ലോ, എന്താണ് ഈ ട്രാവൽ വാക്സിൻ? പ്രത്യേകിച്ച് ഇപ്പം സൗദി ഹജ്ജിന് പോകുമ്പോൾ, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ആഫ്രിക്കയിൽ പോകുമ്പോഴൊക്കെ നമ്മൾ എടുക്കുന്നത് എന്താണ് ഈ ട്രാവൽ വാക്സിൻ? എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് ശരിക്കും? ട്രാവൽ വാക്സിൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഒരു രാജ്യത്തേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ അതിന് മുമ്പ് പ്രൊട്ടക്ഷന് വേണ്ടി എടുക്കുന്ന വാക്സിനാണ് ട്രാവൽ വാക്സിൻ. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മെനിഞ്ചോകോക്കൽ വാക്സിൻ. ഇപ്പം നമ്മൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ എടുക്കുന്ന ട്രാവൽ വാക്സിനാണ് മെനിഞ്ചോക്കൽ വാക്സിൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹജ്ജ് ആകുമ്പോൾ വളരെ ക്രൗഡഡ് ആണല്ലോ, നമുക്കറിയാലോ, ആളുകൾ അത്രയും ക്രൗഡഡ് ആയിട്ട് പെരുമാറുന്ന ഒരവസ്ഥയാണ് ഹജ്ജിലുള്ളത്. അപ്പോൾ ആ സമയത്ത് ഈ മെനിഞ്ചോകോക്കൽ പോലുള്ള അസുഖങ്ങൾ അത്ര പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാഹചര്യം മുൻനിർത്തിയാണ് നമ്മൾ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് മെനിഞ്ചോകോക്കൽ എടുക്കുക. അത്രയും ആൾക്കാരായിട്ട് നമ്മൾ ഇടപഴകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പകരുന്ന അസുഖങ്ങൾ ഉള്ളതുകൊണ്ട്. വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇവിടെ ഉള്ള ഒരാൾ ഉദാഹരണത്തിന് ഇന്ത്യയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാവൽ വാക്സിനായിട്ട് എടുക്കാവുന്ന അല്ലെങ്കിൽ എടുക്കേണ്ട വാക്സിനാണ് ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ. കാരണം ഇവിടെ
ടൈഫോയിഡ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നറിയില്ല, അതായത് ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും വരുന്ന ഒരു തരം മഞ്ഞപ്പിത്താണ് ഹെപ്പറ്റൈറ്റിസ് എ. ഇവിടെ അത് വളരെ റെയറാണ്. പക്ഷേ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അങ്ങനത്തെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇത് വളരെ കൂടുതലുമാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഒരാൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എടുക്കേണ്ട ട്രയൽ വാക്സിനിൽ പെട്ടതാണ് ടൈഫോയിഡ് വാക്സിൻ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. കാരണം ഇത് രണ്ടും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയാണ് വരുന്നത്. നമ്മൾ പലപ്പോഴും നാട്ടിലേക്ക് വിസിറ്റ് അങ്ങനെയാണ് നല്ലതാണ് ആക്ച്വലി. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പല വാക്സിൻ എടുത്താൽ നിങ്ങൾക്ക് വർഷങ്ങളോളം പ്രൊട്ടക്ഷൻ കിട്ടും. ഇപ്പോൾ ഒരു ടൈഫോയിഡ് വാക്സിൻ എടുത്താൽ അറ്റ്ലീസ്റ്റ് 3 ഇയർ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അല്ലാതെ ഓരോ തവണ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ ലൈഫ് ലോങ്. ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾ 2 ഡോസ് ഉണ്ട്, ആ 2 ഡോസ് എടുത്താൽ പിന്നെ ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ പ്രത്യേക ചില കൺട്രീസ്, ഫോർ എക്സാമ്പിൾ ആഫ്രിക്കയിലൊക്കെ പോകുന്നവർക്ക് യെല്ലോ ഫീവർ പോലുള്ള ചില മാരക രോഗങ്ങൾക്കെതിരായിട്ടുള്ള മഞ്ഞപ്പനി അത് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ അതാത് രാജ്യത്ത് ഏത് അസുഖമാണോ കൂടുതൽ, ഏതാണോ നമുക്ക് ലഭിക്കാൻ സാധ്യത ഉള്ളത്, ആ 2 കാര്യം പരിഗണിച്ചാണ് അത് തീരുമാനം. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്വാഭാവികമായിട്ടും പ്രവാസികൾക്ക് ഇതിനൊരു വലിയൊരു ക്വസ്റ്റ്യൻ, ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുണ്ടോ, അത് കവർ ചെയ്യുന്നുണ്ടോ? അതെ ആക്ച്വലി പിന്നെ നമ്മുടെ UAE ലോ അനുസരിച്ചിട്ട് UAE 99% ഇൻഷുറൻസുകളും ഈവൻ ബേസിക് ഇൻഷുറൻസ് 800 രൂപ കൊടുത്ത് 900 രൂപ കൊടുത്തിരിക്കുന്ന ഇൻഷുറൻസുകളിൽ പോലും മാൻഡേറ്ററി വാക്സിൻസ് കവേർഡ് ആണ്. ഓക്കെ. ഇനി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. കാരണം ചില കമ്പനീസിന്റെ ചില പോളിസിയിൽ അവർ പ്രത്യേകം പറയും വാക്സിൻസ് നോട്ട് കവേർഡ്. അപ്പം പിന്നെ രക്ഷയില്ല. അതർവൈസ് 99% ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ നേരത്തെ ഒരു സ്ത്രീ ചോദിച്ചതുപോലെ നമ്മളുടെ കുട്ടികൾ ജനിച്ചത് മുതൽ ഒരു 5-10 വയസ്സ് വരെയുള്ള ആ വാക്സിനേഷൻ ജേർണി ഒന്ന് ഡോക്ടർക്ക് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ UAE-ത്തെ പിന്നെ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം പലപ്പോഴും നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, നമ്മളിത് മറന്നു പോകുന്നു, നമ്മളത് കെയർലെസ് ആയി പോകുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പിന്നീട് ഉണ്ടാവാകുന്ന പല ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്സിൻ മാൻഡേറ്ററി ആണെന്നുള്ളതാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധയോടു കൂടി നിങ്ങൾ എല്ലാവരും കേൾക്കുക. ഞാൻ UAE-ലെ കമ്പൽസറി ഷെഡ്യൂൾ പറയാം. അതായത് മാൻഡേറ്ററി വാക്സിനെ പറ്റി പറയാം. UAE-ലെ ഷെഡ്യൂൾ അനുസരിച്ച് മാൻഡേറ്ററി വാക്സിൻ എന്ന് പറഞ്ഞാൽ അറ്റ് ബർത്ത് വരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അത് അവിടെ വെച്ച് തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും BCGയും അത് രണ്ടും ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊടുത്തിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ വെറിയിടാവേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ വരുന്നത് 2, 4, 6 ഈ 2 മാസം, 4 മാസം, 6 മാസം ഈ 2 മാസം ഇടവിട്ടിട്ട് 3 വാക്സിൻസ് ഉണ്ട്. അതിന് പ്രൈമറി ഷെഡ്യൂൾ എന്ന് പറയും. ആ മൂന്ന് സമയത്തും കൊടുക്കുന്നത് 3 ഗ്രൂപ്പ് ഓഫ് വാക്സിനാണ്. ഒന്ന് ആ സമയത്താണ് നമ്മൾ ഈ DPT ട്രിപ്പിൾ നാട്ടിൽ പറയുന്ന DPT വാക്സിൻ, അതായത് ഡിഫ്തീരിയ, പെർട്ടസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ, കൊക്കക്കോര എന്നൊക്കെ പറയില്ലേ, അതാണ് പെർട്ടസിസ്. ആൻഡ് തേർഡ്ലി ടെറ്റനസ്. ഈ 3-നെതിരായിട്ടുള്ള വാക്സിനാണ് ട്രിപ്പിൾ വാക്സിൻ ഓർ DPT വാക്സിൻ. ആ DPT വാക്സിൻ, പിന്നെ അതിൻ്റെ കൂടെ പോളിയോ വാക്സിൻ. പോളിയോ 2 തരം പോളിയോ ഉണ്ട്. വായ കൊടുക്കുന്ന പോളിയോ ഉണ്ട്, ഇഞ്ചെക്റ്റബിൾ പോളിയോ ഉണ്ട്. രണ്ടും ഇഫക്റ്റീവാണ്. മൂന്നാമതായിട്ട് ന്യൂമോകോക്കൽ വാക്സിൻ, ന്യൂമോണിയയുടെ വാക്സിൻ. നാലാമതായി റോട്ടാ വൈറസ് വാക്സിൻ. റോട്ടാ വൈറസ് പറഞ്ഞാൽ ഈ ഡയേറിയ, ലൂസ് മോഷനൊക്കെ ഉള്ള വാക്സിൻ. ഈ 4 ചേർന്ന ഒരു സെറ്റ് ഓഫ് വാക്സിൻസ്. പിന്നെ അതിൽ ഇൻഫ്ലുവൻസ ബിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഫ്ലുവൻസ ബി എന്ന് പറഞ്ഞാൽ അത് ഈ മെനിഞ്ചൈറ്റിസ്, പിന്നെ അതേമാതിരി ന്യൂമോണിയ, പിന്നെ ഇയർ ഇൻഫെക്ഷൻ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയയാണ് HIV, ഇൻഫ്ലുവൻസ ബി. സാധാ ഇൻഫ്ലുവൻസ അല്ല അത്. അപ്പോൾ ഈ 4-5 വാക്സിൻസ് ചേർന്ന, എക്സാക്ട് നമ്പർ പറയുകയാണെങ്കിൽ 6 എണ്ണം വരും. ഈ ഹെക്സാ വാക്സിൻ എന്നാണ് അതിന് പറയാം. ആ ഹെക്സാ വാക്സിൻ ചേർന്ന ഒരു സെറ്റ് ഓഫ് വാക്സിൻസ് ആണ് നമ്മൾ നൽകുന്നത് 2, 4, 6 മന്ത്സ്. അത് ഒരു സെറ്റ്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന കമ്പൽസറി വാക്സിൻ വരുന്ന UAE 1 ഇയറിലാണ്. 1 ഇയറിൽ നമ്മൾ കൊടുക്കുന്നത് MMR ആൻഡ് ചിക്കൻ പോക്സ്. MMR നിങ്ങൾക്ക് അറിയാലോ, അതായത് മീസിൽസ്, പിന്നെ മംസ്, മുണ്ടിവീക്കം, ആൻഡ് റുബെല്ല എന്ന് പറഞ്ഞാൽ മീസിൽസ് പോലെ തന്നെ ശരീരത്തിൽ ഇങ്ങനെ റാഷ് പൊന്തുന്ന ഒരു അസുഖമാണ്. റുബെല്ലക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ റുബെല്ല പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് റുബെല്ല വന്നാൽ അത് എന്താ പറയുക, അവരെ റീപ്രൊഡക്ഷനെ വരെ ബാധിച്ചേക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. 1 ഇയറിൽ അത് രണ്ടും വരുന്നുണ്ട്. 6 മന്ത്സ് കഴിഞ്ഞാൽ 1 ഇയർ. ദെൻ 1.5 ഇയർ. 1.5 ഇയറിൽ വരുന്നത് ഇതേ MMR-ന്റെ ബൂസ്റ്റർ, അതായത് സെക്കൻഡ് ഡോസ്. പിന്നെ ഇതേ DPT ട്രിപ്പിളിൻ്റെ ഇതേ ഹിബ്, ഇൻഫ്ലുവൻസ ബി എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഇതിൻ്റെയൊക്കെയും ബൂസ്റ്റർ ഡോസ് സെക്കൻഡ്. എന്താ പറയുക, ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സെയിം വാക്സിൻ തന്നെയാണ് ബൂസ്റ്ററിൽ ഉപയോഗിക്കുന്നത്. രണ്ടാമത് ആ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്സിൻ, അതാണ് 1.5 വയസ്സ് വരുന്നത്. ഈ 1.5 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് മാൻഡേറ്ററി ആയിട്ട് UAE വരുന്നത് ബിറ്റ്വീൻ 4 to 6 ഇയേഴ്സിൽ. അവിടെയാണ്. അവിടെയും വരുന്ന ഇതിൻ്റെയൊക്കെ ബൂസ്റ്ററാണ്, സെക്കൻഡ് ബൂസ്റ്റർ. ഈ DPT-യുടെ സെക്കൻഡ് ബൂസ്റ്റർ, പോളിയോയുടെ സെക്കൻഡ് ബൂസ്റ്റർ,
പിന്നെ ചിക്കൻ ബോക്സിന്റെ സെക്കൻഡ് ബൂസ്റ്റർ വരുന്നത് ഈ 4 to 6 ഇയേഴ്സിന്റെ ഇടയിൽ. ഇത്രയാണ് 4 to 6 ഇയേഴ്സിന്റെ 6 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വാക്സിൻ പിന്നെ ഈ മാൻഡേറ്ററി വാക്സിൻ വരുന്നത് പിന്നെ 10 ഇയറിലും 15 ഇയറിലുമാണ്. ഏതാണ്ട് 5 വർഷം ഗ്യാപ്പിൽ. അതിനിപ്പോൾ റീസെന്റ് കുറച്ച് ചേഞ്ച് ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. സ്കൂൾ കൊടുക്കുന്നതിൽ അത് 7 ഇയറും 13 ഇയറും ഒക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ 4 ഇയറിൽ എടുത്തവർക്ക് പിന്നെ 7 ഇയറിൽ എടുക്കുന്നത് നല്ലത് 10 ഇയറിൽ തന്നെ എടുക്കുന്നതാണ്. 5 ഇയറിൽ എടുത്തവർക്ക് 10 ഇയറിൽ എടുക്കാം. റഫലി ഇങ്ങനെ വിചാരിച്ചോളൂ, 10 ഇയർ ആൻഡ് 15 ഇയറിൽ ഓരോ DPTയുടെ ഓരോ ബൂസ്റ്ററും വരുന്നുണ്ട്. ഇത്രയാണ് മാൻഡേറ്ററി വാക്സിൻ. തീർന്നു. ഇനി ഓപ്ഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷണൽ വാക്സിൻ വരുന്നത് ആക്ച്വലി ഇതിന്റെ ഇടയിലാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 6 to 12 മന്ത്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ 6 മന്ത്സ് കഴിഞ്ഞാൽ ഏത് ഏജിലുള്ള കുട്ടികൾക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷണൽ വാക്സിനാണ് ഇൻഫ്ലുവൻസ. മിനിമം 6 മന്ത്സ് ഓഫ് ഏജ് വേണം. അപ്പോൾ അത് ഈ ശക്തമായ പനി കാരണമുള്ള ന്യൂമോണിയ, പനി കാരണമുള്ള ഇയർ ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള പലതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ ഇൻഫ്ലുവൻസ വാക്സിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ആസ്മക്ക് എന്തെങ്കിലും പിന്നെ ഇതുപോലുള്ള വാക്സിനേഷൻ ഉണ്ടോ? ആക്ച്വലി ആസ്മക്ക് വാക്സിനായിട്ട് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ഈ പൊടിയും അതും ഇതൊക്കെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിനകത്തേക്ക് എന്തെങ്കിലും ആസ്മക്ക് പ്രിവെന്റീവ് മെഡിസിൻസ് ഉണ്ട്. പക്ഷെ വാക്സിൻ എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കില്ല. അതിന് ഉപയോഗിക്കുന്ന ആക്ച്വലി മരുന്നുകൾ, ഇൻഹേലറുകൾ, നെബുലൈസർ, അങ്ങനെയുള്ള പ്രിവെന്റീവ് ഇൻഹേലർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ ഹാബിറ്റായി പോകുമ്പോൾ ശരീരത്തിനെ ബാധിക്കും. അത് ഏറ്റവും കോമൺ സ്റ്റീറോയിഡ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾക്ക് ഒരു ടെൻഷനുള്ള കാര്യമാണ് ഇൻഹേലറുകൾ. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇൻഹേലർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന മെഡിസിൻ്റെ തന്നെ ചെറിയൊരു അംശം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പാരസെറ്റമോൾ ആണെങ്കിൽ 500 mg ആണ്. ഈ mg ഉള്ളതിൻ്റെ ഒരു 1000-1 മൈക്രോഗ്രാം. അങ്ങനെയുള്ള ഈ മൈക്രോഗ്രാമുകൾ മാത്രമാണ് ഇൻഹേലറിലുള്ളത്. പാരസെറ്റമോൾ അല്ല, വേറെ മരുന്നുകൾ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന സാൽബ്യൂട്ടമോൾ എന്ന് പറഞ്ഞ മരുന്നിൻ്റെ സെയിം കഴിക്കാനും വരുന്നുണ്ട്, ഇൻഹേലറിൽ വരുന്നുണ്ട്. ഇൻഹേലർ വരുന്ന അതിൻ്റെ ഏതാനും മൈക്രോഗ്രാമാണ്. അപ്പോൾ വളരെ ചെറിയ അംശമേ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുള്ളൂ. രണ്ടാമതായിട്ട് അത് ഡയറക്റ്റ് നമ്മുടെ ലങ്സിലേക്കാണ് എത്തുന്നത് ഇഫക്റ്റ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ആണ്. കൂടുതൽ സൈഡ് ഇഫക്റ്റ് കുറവാണ്. മറ്റിപ്പോൾ നമ്മൾ ഈ സാൽബിറ്റമോൾ കഴിച്ചിട്ട് അത് വയറ്റിന്ന് അബ്സോർബ് ചെയ്ത് ലിവറിൽ കൂടെ, കിഡ്നി കൂടെ, ഹാർട്ടിൽ കൂടെ വേണമെങ്കിൽ ഇവിടെ ഈ ഓർഗാനിലൊന്നും മുട്ടാതെ ഡയറക്റ്റ് എത്തും. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ സൈഡ് ഇഫക്റ്റ് ഏറ്റവും കുറവാണ് ഇൻഹേലറിന്. പക്ഷേ എന്തുകൊണ്ടോ അത് ആളുകൾക്ക് ഇത് ഇറങ്ങിയ കാലത്ത് അത് ക്രോണിക് ആസ്തമൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആളുകൾ വിചാരിച്ചു ഇത് അങ്ങനെ അത്ര സീവിയർ ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ അതും പ്രായമായവരൊക്കെയാണ് ആദ്യം, കാരണം അവർക്കായിരുന്നു ഏറ്റവും ആവശ്യം. അതുകൊണ്ടാണ് അവർക്കാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആളുകൾ വിചാരിച്ചു ഇത് ഒരുപാട് പ്രായമായവർക്ക്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ളവർക്ക്, വേറെ ഒരു മരുന്നുകൊണ്ട് രക്ഷയില്ലാത്തവർക്ക് കൊടുക്കാനുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ ആക്ച്വലി ഇപ്പോഴേ ഫസ്റ്റ് ലൈനായിട്ട് തന്നെ പറയുന്നത് ഇൻഹേലറുകളാണ് ഉപയോഗിക്കണം. ഓക്കെ. എന്തായാലും ഡോക്ടർ ഇപ്പോൾ നമ്മളുടെ സമയം അതിക്രമിച്ചു. അരമണിക്കൂർ പോയതറിഞ്ഞില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചോദിച്ചറിയാണ്ട് ഒരു പാരൻ്റ് എന്ന നിലക്ക് എനിക്ക് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് സമയക്കുറവാണ്. എന്തായാലും ഇത്രയും നേരം വളരെ വിലപ്പെട്ട ഡോക്ടർ ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കിസൈസിലുള്ള ഹെൽത്ത് ഹബ്ബ്, അവിടെയാണ് ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ആർക്കും വേണമെങ്കിൽ ഏത് സമയത്ത് പോകാം. എന്തായാലും ഒരുപാട് സന്തോഷം ഡോക്ടർ. എന്തെങ്കിലും പാരൻസിനോട് പറയാനുണ്ടോ കുട്ടികളുടെ കാര്യത്തിൽ? പറയാനുള്ളത് ഇത് തന്നെ, പ്രത്യേകിച്ച് വാക്സിനേഷൻ്റെ പറ്റി നമ്മൾ സംസാരിച്ച സ്ഥിതിക്ക് വാക്സിൻസ്, എസ്പെഷ്യലി മാൻഡേറ്ററി വാക്സിൻ എടുക്കുന്നതിൽ നിങ്ങൾ ഒരു ഉപേക്ഷയും വരുത്തരുത്. അത് കറക്റ്റ് ടൈമിന്, ഇനി അഥവാ മറന്നുപോയാൽ എപ്പോഴാണോ പറ്റുന്നത് അത്രയും പെട്ടെന്ന് മാൻഡേറ്ററി വാക്സിൻസ് എന്തായാലും എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഓപ്ഷണൽ വാക്സിൻസ് സന്ദർഭവും സാഹചര്യം അനുസരിച്ച് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും നല്ലതാണ്. ഓക്കെ. എനിവേ എല്ലാവരും കേട്ടല്ലോ, മക്കളുടെ കാര്യത്തിൽ നമ്മൾ എല്ലാവർക്കും അറിയാം, എല്ലാവരും ശ്രദ്ധയുള്ളവരാണ്. ബട്ട് എങ്കിലും ഈ വാക്സിനേഷൻ്റെ കാര്യത്തിലൊക്കെ നാളെ വരുന്നതിന് മുമ്പ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതിനു മുമ്പ് തന്നെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചെടുക്കുന്നത് നന്നായിരിക്കും. എനിവേ താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഇറ്റ് വാസ് വണ്ടർഫുൾ ഹോസ്റ്റിംഗ് യു ടുഡേ. ഇനി നമ്മൾക്ക് അടുത്ത ഗസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് ഒരു ഷോർട്ട് ബ്രേക്ക്.